നമസ്കാരം. വരുമാന നികുതി അടയ്ക്കുന്ന ഓരോ വ്യക്തിയുടെയും വിവരങ്ങൾ ആദായ നികുതി വകുപ്പ് ശേഖരിച്ചു വെക്കുന്നത് പാൻ അഥവാ പെർമനന്റ് അക്കൗണ്ട് നമ്പറിലൂടെയാണ്. ഒരു സീരിയൽ നമ്പറിൽ ഒരു കാർഡ് മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതിനാൽ ഇതൊരു ദേശീയ തിരിച്ചറിയൽ രേഖയുമാണ്. ആദ്യം 5 ഇംഗ്ലീഷ് അക്ഷരങ്ങളും പിന്നെ 4 അക്കങ്ങളും അവസാനം ഒരു അക്ഷരവുമായിരിക്കും. കാർഡ് ഉടമയുടെ പേര്, പിതാവിന്റെ പേര്, ജനന തീയതി, ഫോട്ടോ, ഒപ്പ്, ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് നമ്പർ, ഇഷ്യൂ ചെയ്ത തീയതി എന്നിവയാണ് കാർഡിലുള്ള വിവരങ്ങൾ. പാൻ കാർഡിലെ ചിത്രം അവ്യക്തമോ കാലഹരണപ്പെട്ടതോ ആണെങ്കിൽ ഈ ചിത്രം ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അതിനായി NSDL അല്ലെങ്കിൽ UTIATSL വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതിൽ പാൻ കാർഡ് തിരുത്തൽ അല്ലെങ്കിൽ അപ്ഡേറ്റ് ഓപ്ഷൻ ഹോം പേജിൽ നിന്നും തിരഞ്ഞെടുക്കാം. കറക്ഷൻ ഫോം തിരഞ്ഞെടുത്ത് ഇന്ത്യൻ പൗരന്മാർക്കുള്ള ഫോം 49A ആണ്. പാൻ നമ്പർ, പേര്, ജനന തീയതി തുടങ്ങിയവ നൽകണം. ഫോട്ടോ മാറ്റണമെങ്കിൽ നിർദ്ദിഷ്ട ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. പാസ്പോർട്ട് സൈസിലുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഫയൽ വലുപ്പം 4 KB-ക്കും 300 KB-ക്കും ഇടയിലാണെന്ന് ഉറപ്പാക്കേണ്ടതാണ്. തിരിച്ചറിയലിനായി രേഖകൾ അപ്ലോഡ് ചെയ്യണം. എല്ലാ രേഖകളും വ്യക്തമാണെന്ന് ഉറപ്പാക്കുകയും ചെയ്യണം. അപേക്ഷാ ഫീസ് ഓൺലൈനായി തന്നെ അടയ്ക്കാവുന്നതാണ്. അടുത്തുള്ള പാൻ കേന്ദ്രം സന്ദർശിച്ചും ഓഫ്ലൈനായും ഇത് മാറ്റാനാകും. അഡ്രസ് പ്രൂഫ്, ഐഡന്റിഫിക്കേഷൻ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ തുടങ്ങിയ അനുബന്ധ രേഖകൾ കൈവശം കരുതണം. UTA അല്ലെങ്കിൽ NSDL പോലുള്ള ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ അക്നോളജ്മെന്റ് നമ്പർ, പാൻ എന്നിവ നൽകി മാറ്റങ്ങളുടെ പ്രോസസ്സിംഗ് പരിശോധിക്കാവുന്നതാണ്. പാൻ കാർഡിലെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യുന്നതിന്റെ ഉദ്ദേശം സുഗമവും സുരക്ഷിതവുമായ വെരിഫിക്കേഷൻ നൽകുക എന്നതാണ്. ബാങ്ക് അക്കൗണ്ട്, ലോൺ അപേക്ഷകൾ അല്ലെങ്കിൽ ബിസിനസ് ഇടപാടുകൾ തുടങ്ങിയ വിവിധ സാമ്പത്തിക ഇടപാടുകൾ നടത്തുമ്പോൾ വ്യക്തമായ ഫോട്ടോഗ്രാഫുകൾ സഹായമാകും. അതേസമയം സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായി സജ്ജീകരിക്കുന്നതിന്റെ ഭാഗമായി പാൻ 2.0 അടുത്തിടെ അവതരിപ്പിച്ചിരുന്നു ആദായ നികുതി വകുപ്പ്. ഡൈനാമിക് QR കോഡ് കൂടി ഉൾപ്പെടുത്തി സേവനങ്ങൾ കാര്യക്ഷമമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. നിലവിൽ പാൻ ഉള്ളവർ പുതുതായി അപേക്ഷിക്കേണ്ടതില്ല. നികുതിദായകരുടെ സേവനങ്ങൾ മെച്ചപ്പെടുത്തുക, ബിസിനസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് കേന്ദ്രം അംഗീകരിച്ചു നൽകിയ പദ്ധതി പാൻ 2.0 നിലവിൽ വന്നത്. നിലവിലെ പാൻ സേവനങ്ങളുടെ നവീകരിച്ച പതിപ്പാണ് പാൻ 2.0. മെച്ചപ്പെട്ട പ്രവർത്തനക്ഷമതയ്ക്കും സുരക്ഷയ്ക്കുമായി QR കോഡ് സംവിധാനം ഉൾപ്പെടെയുള്ള സവിശേഷതകൾ പാൻ 2.0 അവതരിപ്പിച്ചിട്ടുണ്ട്. പാൻ ഡാറ്റ വോൾട്ട് സംവിധാനമാണ് സവിശേഷതകളിൽ പ്രധാനം. ബാങ്കുകളും ഇൻഷുറൻസ് കമ്പനികളും ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങൾ പാൻ സംബന്ധ വിവരങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അതിനാൽ പാൻ വിശദാംശങ്ങൾ ശേഖരിക്കുന്നവർ പാൻ ഡാറ്റ സുരക്ഷിതമായി ഡാറ്റ വോൾട്ട് സംവിധാനത്തിലൂടെ നിർബന്ധമായും സൂക്ഷിക്കേണ്ടതുണ്ടെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞിരുന്നു. നിലവിലുള്ള സോഫ്റ്റ്വെയറിന് ഏകദേശം 15 മുതൽ 20 വർഷം പഴക്കമുള്ളതിനാൽ ഒരു ഏകീകൃത പോർട്ടൽ ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത് പൂർണ്ണമായും പേപ്പർ രഹിതമായിരിക്കും. കൂടാതെ പരാതി പരിഹാര സംവിധാനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കിയിരുന്നു. പദ്ധതി നികുതിദായകരുടെ രജിസ്ട്രേഷൻ പ്രക്രിയയിൽ പുനഃക്രമീകരിക്കുകയും പാൻ സേവനങ്ങളെ ഏകീകൃത പ്ലാറ്റ്ഫോമിലേക്ക് ഏകോപിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പരിസ്ഥിതി സൗഹൃദവും ചിലവ് കുറഞ്ഞതും സുരക്ഷിതവും വേഗമേറിയതും ആയിരിക്കും.